എൻ്റെ പേര് റിയാസ് മൂടാടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എക്സ്പോഷറിനെ കുറിച്ചായിരുന്നു. ഇനി ഈ പ്രാവശ്യം കുറച്ച് ക്യാമറയുടെ കമാൻഡിങ് ഡയൽസ് ഉണ്ട്. ഇതിന് നമ്മൾ കുറേ ബട്ടണുകളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് D90 ആണ്. D90യിൽ കമാൻഡിങ് ഡയലിൽ മെയിനായിട്ട് ഒരു മാനുവൽ, A അപ്പർച്ചർ പ്രയോറിറ്റി, S ഷട്ടർ പ്രയോറിറ്റി, P പ്രോഗ്രാം, ഈ 4 എണ്ണമാണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ളത്. ഈ P എന്ന് പറയുന്നത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോഗ്രാമും TTL ഫ്ലാഷും ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫർ ആവില്ലായിരുന്നു. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ക്യാമറ സെറ്റ് ചെയ്തോളൂ. ഈ പ്രോഗ്രാം മോഡിൽ P മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ക്യാമറ സെറ്റ് ചെയ്തോളൂ. അതായത് അപ്പറേച്ചറും ഷട്ടറും ഇവിടുത്തെ ലൈറ്റ് സെൻസ് ചെയ്യുക, എല്ലാം ക്യാമറ ചെയ്തിട്ട് ക്യാമറ ഒരു അപ്പറേച്ചറും ക്യാമറ ഒരു ഷട്ടർ സ്പീഡും എല്ലാം ക്യാമറ തന്നെ സെറ്റ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, ഫ്രെയിം ചെയ്യുക, ഷൂട്ട് ചെയ്യുക, നമുക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷട്ടർ നമുക്ക് സെലക്ട് ചെയ്യാം, ഷട്ടർ സ്പീഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് അപ്പറേച്ചർ ക്യാമറ സെലക്ട് ചെയ്യും. ഇപ്പോൾ ലോ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഷട്ടർ സ്പീഡിൽ ലോ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം നമുക്ക് അപ്പറേച്ചർ തരാൻ പറ്റുന്നുള്ള അത് ക്യാമറ സെറ്റ് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ കമാൻഡിങ് ഡയലിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോളുണ്ട്, ISO. അത് സാധാരണ രീതിയിൽ പലരും വിട്ടുപോകുന്ന കേസാണ്. ഇപ്പോൾ ഞാനൊരു 125 ഷട്ടർ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ISO അപ്പറേച്ചർ കിട്ടുന്നത് എനിക്കൊരു 5.6 ആണെങ്കിൽ എനിക്ക് കമാൻഡിങ് ഡയലിൻ്റെ മുകളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ISO. എനിക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും കൊണ്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പറേച്ചർ പലരും ഓട്ടോ എന്നൊക്കെ പറയുന്നേക്കാം. എന്ന് പറഞ്ഞാൽ അപ്പറേച്ചർ പ്രയോറിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അപ്പറേച്ചറിന് ക്യാമറ ഷട്ടർ സ്പീഡ് ക്യാമറ സെലക്ട് ചെയ്യും. സാധാരണ രീതിയിൽ ഈ അപ്പറേച്ചർ പ്രയോറിറ്റി മോഡിലാണ് കഴിയുന്ന നമ്മൾ ഫോട്ടോ എടുക്കുന്നത് നന്നാവുക. കാര്യം ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് കൺട്രോൾ ചെയ്യും. ഫ്ലാഷ് ഇടുകയാണെങ്കിൽ TTL മോഡലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡൽ ഇടുകയാണെങ്കിൽ മിനിമം ഷട്ടർ സ്പീഡ് അവിടെ വന്ന് നിൽക്കും. പിന്നെ നമുക്കൊന്നും നോക്കണ്ട, നമുക്ക് അപ്പറേച്ചറിൻ്റെ മുകളിൽ മാത്രം നമ്മളിടുന്ന അപ്പറേച്ചർ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. അതൊരു നല്ല മോഡാണ് നമ്മൾ ഫ്ലാഷ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ കൂടെ ഫ്ലാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ 2 ബട്ടണുകളുണ്ട്. ആ ബട്ടണിൽ അത് ഞാൻ പിന്നെ അങ്ങോട്ട് വരാം. പിന്നെ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യും. ക്യാമറയും അപ്പറേച്ചറും ഷട്ടർ സ്പീഡും ISO എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം, മാനുവലി കൺട്രോൾ ചെയ്യണം. മാനുവലി ഫോട്ടോ എടുത്ത് പഠിക്കുന്ന ഫോട്ടോഗ്രാഫർക്ക് പിന്നെ ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം മുമ്പ് കാലങ്ങളിൽ മാനുവൽ ക്യാമറ ആയിരുന്നു, അനലോഗ് ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെയാണ് AFM ഡിജിറ്റലിലേക്ക് പോകുന്നത്. പക്ഷെ ആ സമയത്തും എടുത്ത് പഠിച്ച ഒരാൾക്ക് ഇപ്പം ക്യാമറ യൂസ് ചെയ്യാൻ ഇതിൻ്റെ തിയറി ബൈ ഹാർട്ടായിരിക്കും. മാനുവൽ എടുത്ത് പഠിക്കണം. നേരത്തെ അതുപോലെ ഇപ്പോൾ വാഷ് ചെയ്യാൻ പോകണ്ട, എഴുതി വെച്ച് പിന്നെ വെയിറ്റ് ചെയ്ത് അത് നോക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ റിസൾട്ട് കാണാം. അപ്പോൾ ഈ 4 ബട്ടണുകളാണ് നമ്മുടെ മെയിൻ ബട്ടണുകൾ: മാനുവൽ, അപ്പറേച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, പ്രോഗ്രാം. ഇനി ഒരു നല്ല ഈ മെയിൻ നമ്മുടെ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ, ഓൺ ഓഫ് ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ബട്ടൺ ഏതാണെന്ന് ചോദിച്ചാൽ, ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ബട്ടൺ ഏതാണെന്ന് ചോദിച്ചാൽ
ഇവിടെ ഒരു AE ലോക്ക്, AEAF ലോക്ക് ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പാർട്ട്. ഈ AEAF ലോക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഓട്ടോ എക്സ്പോഷർ ലോക്ക്, ഓട്ടോ ഫോക്കസ് ലോക്ക്. ഇതെന്താന്ന് വെച്ചാൽ ഓട്ടോ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ റീഡ് ചെയ്ത് ഒരു സ്പോട്ട് മീറ്ററിങ്ങോ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ക്യാമറ എയിം ചെയ്ത് ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ AE ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാമറ നിങ്ങൾ എങ്ങോട്ട് മാറ്റിയാലും ആ കിട്ടിയ എക്സ്പോഷർ മാറില്ല. എവിടെയാണോ ഫോക്കസ് ആയ ആ ഫോക്കസ് അതും മാറില്ല. അതായത് ഒരു വൈറ്റ് ഇങ്ങനെ ഒരു വൈറ്റ് ചുമരിനകത്ത് ഈ എൻഡിൽ ചെറുതായിട്ട് ചെറിയൊരു റോസാപ്പൂ വെച്ചു. ഈ ഫ്രെയിമാണ് എനിക്ക് കമ്പോസ് ചെയ്യുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും ക്യാമറ നേരെ വെക്കും. നേരെ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ സർഫസ് ആയതുകൊണ്ട് ഫോക്കസ് ആവില്ല. ഫോക്കസ് ആവുന്നത് പറ്റുന്നില്ല. സൂം ഔട്ടും ഇന്നും ആയി കണ്ടു. കാര്യം ഇതിനകത്ത് എന്തെങ്കിലും ഒരു വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതുപോലെ ഒരു പാറ്റേൺ എന്തെങ്കിലും വേണം ഫോക്കസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഉള്ളത് ഒരു റോസാപ്പൂ ഈ കോർണറിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോർണറിലുള്ള റോസാപ്പൂവിനെ സൂം ഇൻ ചെയ്തിട്ട് ഫോക്കസ് ചെയ്ത് അവിടെ AE ലോക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ക്യാമറ ചേഞ്ച് ചെയ്ത് റീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം ചെയ്യും. അപ്പോൾ ഗുണം ഈ AE ലോക്ക് AF ലോക്ക് കൂടെ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഫോക്കസിങ് മാറുന്നില്ല. അതുപോലെ ഇവിടെ കിട്ടിയ എത്ര മീറ്ററിങ് റീഡ് ചെയ്ത മീറ്ററിങ് ആണോ അതും മാറുന്നില്ല. അപ്പം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കമ്പോസ് ചെയ്യും. ഇത് ശരിക്കും ഒരു ബിൽഡിങ് എടുക്കുക. ബാക്കിൽ നല്ല സണ്ണിയാണ്, നല്ല സ്കൈ ആണ്, നല്ല ബ്രൈറ്റാണ്. ക്യാമറ നമ്മൾ സ്പോട്ട് മീറ്ററിങ്ങിലിടുക, സൂം ഇൻ ചെയ്യുക, ആ ബിൽഡിങ് മാത്രം സൂം ഇൻ ചെയ്തിട്ട് അവിടുത്തെ എക്സ്പോഷർ നമുക്ക് ആവശ്യമുള്ള എക്സ്പോഷർ കിട്ടും. ആ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ AE ലോക്ക് പ്രസ് ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, ആവശ്യമുള്ള ഫ്രെയിം കമ്പോസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഇല്ലെങ്കിൽ ഈ ക്യാമറയുടെ ഫ്രെയിമിനകത്ത് കാണുന്ന ടോട്ടൽ ഏരിയ ആണ് ക്യാമറ സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബാക്ക് ലൈറ്റ് വരുന്നത് ഇപ്പോൾ കുറച്ച് കുട്ടികളുടെ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണത്തിന് എടുക്കുന്നത് ബാക്ക് ലൈറ്റ് ചെയ്ത് പടം എടുക്കുമ്പോൾ നമ്മളിന്ന് ഫേസിലേക്ക് സൂം ഇൻ ചെയ്തിട്ട് ഓട്ടോ എക്സ്പോഷർ ലോക്ക് പ്രസ് ചെയ്ത് പിടിക്കുക, റീകമ്പോസ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. അത് വളരെ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് ഈ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ബട്ടണായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സാധനം. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ AF ലോക്കിനകത്ത് AF കണ്ടിന്യൂസ്, AF ഓട്ടോ, AF സിംഗിൾ, അങ്ങനെ 4. ഇതൊക്കെ വളരെ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബട്ടണുകളാണ്. ഈ AF ഓട്ടോ ഇട്ട് കഴിഞ്ഞ് AF സിംഗിൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഹാഫ് പ്രസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യണം. ഫോക്കസിങ് കണ്ടിന്യൂസിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് ക്യാമറ ചലിച്ചാലും അത് ഫോക്കസ് ആയിക്കൊണ്ടേയിരിക്കും. അതെന്തിനാ വെച്ചാൽ സ്പോർട്സ് അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന ഐറ്റം, ഇപ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ്, ഇവർക്കൊക്കെ ഈ AF കണ്ടിന്യൂസ് ആണ്. പിന്നെ AF സിംഗിൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ ബട്ടൺ ഉണ്ട്. അതിനകത്ത് ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഇതിനകത്ത് 8 ഫ്രെയിംസ് ആകുന്നുണ്ട്. ലാർജിലിട്ട് കഴിഞ്ഞാൽ അത് നോർമലുണ്ട്, ഹൈ ഉണ്ട്. ഇനി അതിൽ തന്നെ ടൈമറുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈമർ ഏതാ ഫോട്ടോഗ്രാഫി. പിന്നെ എക്സ്പോഷർ കോമ്പൻസേഷൻ, ഇതും നമ്മൾ ISOയും
അപ്പറേച്ചർ മാറ്റാതെ നമുക്ക് 1-2 സ്റ്റെപ്പ്, എനിക്ക് തോന്നുന്നു 6 സ്റ്റെപ്പ് വരെ +7 1 2 3 4 5 +5 വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ -5 വരെയും നമുക്ക് എക്സ്പോഷറിനെ ലെസ് ചെയ്യാൻ പറ്റും. ഇനി അതിനകത്ത് മീറ്ററിങ്ങിൻ്റെ ബട്ടണാണ്. ഇത് സ്പോട്ട് മീറ്റർ വേണോ അല്ല മാട്രിക്സ് മീറ്റർ വേണോ, എങ്ങനെയുള്ള ബട്ടണുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കുന്ന സമയത്ത് മൊത്തം മാട്രിക്സ് മീറ്ററിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ലൈറ്റിനെ റീഡ് ചെയ്തുകൊണ്ട് നമുക്കിത്. പക്ഷേ സ്പോട്ട് മീറ്റർ അങ്ങനെയല്ല. സ്പോട്ട് മീറ്റർ നിങ്ങൾ എവിടെയാണോ സ്പോട്ട് നിങ്ങൾ മീറ്റർ വേണ്ടത്, ഇപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനകത്ത് എനിക്ക് ആ സ്റ്റേജിൽ അവൈലബിൾ ആയിട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്പോട്ട് മീറ്ററിനകത്ത് ഇട്ടിട്ട് അവരുടെ ഫേസ് സൂമിൻ ചെയ്ത് ഫേസിനകത്തുള്ള റീഡിങ് എടുത്തിട്ട് ഓട്ടോ എക്സ്പോഷർ ലോക്ക് ചെയ്ത് വെച്ച് വൈഡായി കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ് കറക്റ്റ് എക്സ്പോഷർ കിട്ടും. സ്പോട്ട് മീറ്ററിങ് അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. സ്പോട്ട് മീറ്ററിങ് നമുക്ക് നല്ലൊരു ആവശ്യമുള്ള സാധനമാണ്. പിന്നെ ഈ AF ബട്ടൺ, AF ലോക്ക്, നമുക്ക് ഇവിടെ ഒരു ഇൻഫോ ബട്ടൺ ഉണ്ട്. ഇൻഫോ ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ബട്ടൺ, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഈ ബട്ടൺ, ഈ 2 ബട്ടണുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ഏതെങ്കിലും പ്രോഗ്രാം ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞങ്ങൾ സാധാരണ ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഫ്രണ്ടിലത്തെ ബട്ടണിലേക്ക് ഇവിടെ വെച്ചിട്ട് റോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഇത് നമ്മൾ നോർമലി എടുക്കുന്നതിന് കൂടെ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റോയിലാവും. ചില വീണ് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ റോയിൽ ഷൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി റോയിൽ. ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള AF ആക്കാം, ഏത് മോഡലിലേക്ക് നിങ്ങൾക്ക് ഈ ബട്ടണിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഫ്ലാഷ് ഓഫ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന അപ്പറേച്ചർ പ്രയോറിറ്റി മോഡൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ TTL ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഫ്ലാഷ് ഇല്ല, അവിടുത്തെ അവൈലബിൾ ലൈറ്റിൽ വേണം, അപ്പോൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഫ്ലാഷ് ഓഫായി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ AE ലോക്കിനെ നമുക്ക് AE ലോക്ക് മാത്രമാക്കാം, AF ലോക്ക് മാത്രമാക്കാം. പിന്നെ അതിനകത്ത് AF ലോക്ക് ഓൺലി, AE ലോക്ക് ഓൺലി, AF ലോക്ക് ഹോൾഡ്, AF ഓൺ, FE ലോക്ക്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ബട്ടൺസ് ഫ്ലാഷ് അറിയാം. ഓക്കെ, ഇനി ഇത് D90 ആണ്. ഇനി D300 SL എങ്ങനെ ചെയ്യാമെന്നുള്ള നമുക്ക് അടുത്ത ക്ലാസ്. ഓക്കെ, ബൈ.